പതാകകൾക്ക് അപ്പുറത്തേക്ക് നിരവധിയായ മനുഷ്യർ തന്നോടൊപ്പം എത്തുന്നു. തനിക്ക് അഭിവാദ്യം എത്തുന്നുണ്ട്. വ്യക്തിപരമായി തനിക്ക് അറിയാവുന്ന മറ്റ് ചേരിയിലുള്ള ആളുകൾ പോലും ഇവിടേക്ക് എത്തുന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് എന്നാണ് എം സ്വരാജ് പറയുന്നത്. രാഷ്ട്രീയമായുള്ളൊരു പോരാട്ടം എന്നുള്ള നിലയിൽ തന്നെയാണ് സ്വരാജും CPIM-ഉം LDF-ഉം ഈ ഒരു പോരാട്ടത്തെ കാണുന്നത്. ഇങ്ങനെ ഓരോ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോഴും സ്വീകരണങ്ങളാണ്. അത് ഔപചാരികമായി പ്രചാരണ പരിപാടി ആരംഭിച്ചിട്ടില്ല. ഔപചാരിക പ്രചാരണ പരിപാടിയിലേക്ക് കടക്കേണ്ടതാണ്. അതിന് മുൻപാണ് ഇത്തരത്തിലുള്ള സ്വീകരണങ്ങൾ ഓരോ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോഴുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പലയിടങ്ങളിലും റോഡ് ഷോയും ക്രമീകരിച്ചിട്ടുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കാനിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾ ഔപചാരികമായി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ എന്നർത്ഥം. ഇവിടെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ഒരു ചെറിയ സ്വീകരണം നൽകാൻ LDF പ്രവർത്തകർ ആലോചിച്ചതാണ്. ആ വിവരമറിഞ്ഞാൽ അണമുറിയാത്ത നദീജല പ്രവാഹം എന്ന പോലെ നിലമ്പൂരിലെ മഹാജനസഞ്ചയമായ ഒഴുകിയെത്തി. അത് ഏറ്റവും ആവേശകരമായ കാര്യം LDF പ്രവർത്തകർ മാത്രമല്ല, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന പലരും അത് ചിലരെ എനിക്ക് വ്യക്തിപരമായി അറിയുകയും ചെയ്യാം. പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് നിങ്ങൾ നൽകിയ സ്നേഹമായിട്ടും പിന്തുണയ്ക്ക് ഐക്യദാർഢ്യത്തിന് ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ആ പിന്തുണ ഹൃദയത്തിൽ ഏറ്റുവാകുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ്. അതിന്റെ മറ്റ് വശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഒരു നവകേരളം സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന മുന്നേറ്റങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കും കരുത്തു പകരുന്നതായി മാറണം. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അനീതിക്കെതിരായും മതനിരപേക്ഷത പോർലേൽക്കാതെ സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിനു വേണ്ടിയുമുള്ള ഇടതുപക്ഷ വിജയമാക്കി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കണം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ മുതൽ കാൽനടയായി അനുഭാവനം ചെയ്തു വന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവരും. ഷൊർണൂരിൽ നിന്ന് തീവണ്ടി പുറപ്പെട്ടപ്പോൾ പിന്നിട്ട ഓരോ സ്റ്റേഷനിലും ചെറുതറയിലും അങ്ങാടിപ്പുറത്തും പട്ടിക്കാടും മേലാറ്റൂരും കുന്നൂരും വാണിയമ്പലത്തുമെല്ലാം നൂറുകണക്കിന് വോട്ടർമാരാണ്, ആ പ്രദേശവാസികളാണ്, സഹൃദയരാണ് അഭിവാദ്യം അർപ്പിക്കാനായി ഓടിയെത്തിയത്. ഈ ഹൃദയവായ്പിന് സ്നേഹവായ്പിന് ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള ഐക്യദാർഢ്യത്തിന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ നമുക്കൊരു ചരിത്രം സൃഷ്ടിക്കണം. നമുക്കൊരുമിച്ച് സാധാരണക്കാരായ മനുഷ്യർ നല്ലൊരു നാളേക്ക് വേണ്ടി, മെച്ചപ്പെട്ട ഒരു കേരളത്തിന് വേണ്ടി, കൂടുതൽ നല്ല ഒരു നിലമ്പൂരിന് വേണ്ടി നമുക്കെല്ലാവർക്കും കൈകോർക്കാം. നമുക്കൊരുമിച്ച് ജയിക്കാൻ അഭിവാദനമാണ്. എല്ലാത്തരം വർഗീയതയോടും ഒരു കടും വിട്ടുവീഴ്ചയില്ലാതെ കലർപ്പില്ലാത്ത അവേദനവാദി ഫാസിസ്റ്റ് പ്രഭോഗങ്ങൾക്കെതിരായ പോരാട്ടത്തിന് മുമ്പിൽ മാറുതിരിച്ച് പടനയിക്കുന്ന പോരാളി ആര്യാടൻ ഷൗക്കത്തിനൊപ്പം റോഷിബാൽ തുടരുന്നുണ്ട്. റോഷിബാൽ, നിലമ്പൂരിലെ പ്രചാരണ ചൂട് അക്ഷരാർത്ഥത്തിൽ നിലമ്പൂർ ഇപ്പോൾ നിലമ്പൂരത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പൂരത്തിൻ്റെ പ്രതീതി. രണ്ടിടത്തും പ്രചാരണ പരിപാടികൾ കൊടുമ്പിരി കൊള്ളുകയാണ്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് പോകുമ്പോൾ നേതാക്കളെ എങ്ങനെയാണ് അണിനിരത്തിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായ സൂചന നൽകുന്നതല്ലേ? യുവ നേതാക്കളെ പുതുതായി ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരായി ചുമതലയേറ്റിരിക്കുന്ന യുവ നേതാക്കളെ ഒപ്പം നിർത്തിയിരിക്കുന്നു. VS ജോയ്, നേരത്തെ പറഞ്ഞു കേട്ട പേര്, ഷൗക്കത്തും VS ജോയും എന്ന പേര് ഉന്നയിച്ചത് യഥാർത്ഥത്തിൽ അൻവറാണ്. പക്ഷേ അത് ഇവർക്കിടയിൽ ഭിന്നിപ്പുണ്ട് എന്നൊരു രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ അങ്ങനെയല്ല എന്ന് കാണിക്കാനുള്ള ബോധപൂർവമായ ശ്രമം, ഒറ്റക്കെട്ടാണ് കോൺഗ്രസ് എന്ന് കാണിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം, ഒരു സ്ട്രാറ്റജി ഈ പത്രികാ സമർപ്പണത്തിന് പോകുന്ന രീതിയിലില്ലേ റോഷിബാൽ? സ്മൃതി, തീർച്ചയായും അതുണ്ട്. കാരണം നേരത്തെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ വന്ന അഭ്യൂഹങ്ങൾ എല്ലാം അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ചർച്ചകളും മണ്ഡലത്തിലില്ല എന്ന് കാണിക്കാൻ കൂടി ഈ പത്രികാ സമർപ്പണം ഒരു വേദിയാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം DCC അധ്യക്ഷൻ VS ജോയും ഒപ്പം UDFിൻ്റെ യുവ നേതാക്കളുമാണ്
ഈ പത്രികാ സമർപ്പണ റാലി അത് നയിക്കുന്നത്. ഒരു വലിയ ആവേശത്തോടെയാണ് 100 കണക്കിന് പ്രവർത്തകർ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു.